അധ്വാനത്തിലാണ് ലാഭം വരുന്നത്. ഈ അധ്വാനത്തിൽ ലാഭം വരണമെങ്കിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ മേഖലയിൽ മാത്രം ഫോക്കസ് ചെയ്യരുത്. പലപ്പോഴും ഞാൻ പറയും ദർ ഷുഡ് ബി ഏരിയാസ് ഓഫ് ഫിക്സഡ് ഇൻകം ആൻഡ് വേരിയബിൾ ഇൻകംസ്. ഒരു സ്ഥിരമായ ഒരു തൊഴിൽ മേഖല നമുക്കുണ്ടാകണം. അവിടെ നമ്മൾ നന്നായിട്ട് ഷൈൻ ചെയ്യണം, ആത്മാർത്ഥത കാണിക്കണം. ഇവനെ അല്ലെ ഇവിടെ ഈ കമ്പനിയിൽ ജോലിക്കെടുത്തത് നന്നായി എന്ന് മേലധികാരികൾക്ക് തോന്നാൻ തക്ക വിധം ആത്മാർത്ഥമായി പണിയെടുക്കുക. പ്ലസ് ഒരു സബ്സിഡിയറി ഒരു സബ്സിക്വൻറ്റ് വേരിയബിൾ ഇൻകംസ്, അത് ഞാൻ പ്ലൂറലായിട്ടാണ് പറഞ്ഞത്. പല മാർഗങ്ങളിലൂടെ പൈസ ഉണ്ടാക്കാൻ സാധിക്കും. ചില കുട്ടികളുണ്ട് പഠിക്കുമ്പോൾ തന്നെ ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് ഡ്രസ്സ് തയ്ച്ചു കൊടുക്കുന്നു, ചിലപ്പോൾ ചില ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു, അതിലൂടെയൊക്കെ ഇച്ചിരി പൈസ ഉണ്ടാക്കുന്നു. ആ പൈസ കൊണ്ട് അവർ പഠിക്കുന്നു, പുസ്തകങ്ങൾ മേടിക്കുന്നു, വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ. ഇതൊരു കാഴ്ചപ്പാടാണ്. അധ്വാനത്തിൻ്റെ സുവിശേഷം എന്നുള്ളത് ഒരു വലിയ കാഴ്ചപ്പാട്, ദ ഡിഗ്നിറ്റി ഓഫ് ലിവ്. സോ നമ്മൾ ഈ എപ്പിസോഡ് ചിന്തിക്കുന്നത് ഹൗ വി ക്യാൻ ഹാവ് എ ഡിഗ്നിഫൈഡ് ലേബർ സ്റ്റൈൽ എന്നതിനെ കുറിച്ചാണ്. അന്തസ്സോടെ, മഹത്വത്തോടെ, നല്ല പദവിയോടുകൂടി എനിക്ക് എൻ്റെ തൊഴിൽ മേഖലയെ എത്രത്തോളം മെച്ചപ്പെടുത്തും. അത് സാധിക്കണമെങ്കിൽ 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, എന്താണ് എൻ്റെ ഇമ്മീഡിയറ്റ് നീഡ്, എന്താണ് എൻ്റെ തൊഴിൽ മേഖലയിലെ ഇമ്മീഡിയറ്റ് നീഡ്. അതനുസരിച്ച് എൻ്റെ തൊഴിൽ മേഖലയിൽ ഞാൻ എൻ്റെ ബുദ്ധിശക്തിയും അറിവും എല്ലാം കൊടുക്കുന്നു. ഇതാണ് ഒന്നാമത്തെ മേഖല. ഞാൻ പണിയെടുക്കുന്ന സ്ഥലത്ത് എൻ്റെ ബുദ്ധിയും എൻ്റെ അറിവും എൻ്റെ അനുഭവജ്ഞാനവും അവിടെ നൽകും. അതെനിക്ക് തരുന്ന ഒരു സ്ഥിര വരുമാനമുണ്ട്. അതെൻ്റെ ബേസാണ്, അടിസ്ഥാന മേഖല. രണ്ടാമത്, ഇപ്പുറത്തുകൂടി ഒരു പക്ഷേ മറ്റ് ചില പാഷൻ, അഭിരുചികൾ, ടേസ്റ്റ് ഉണ്ടാകും. അതിലേക്ക് ഫോക്കസ് ചെയ്ത് അത് ഫ്ലെക്സിബിളാണ്. ഇന്ന് ചെയ്തെന്നിരിക്കും, നാളെ ചെയ്ത്. ആദ്യത്തെ അങ്ങനെയല്ല, സ്ട്രിക്റ്റായിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ. മറ്റേത് ഫ്ലെക്സിബിളാണ്. എൻ്റെ പാഷൻ, എൻ്റെ അഭിരുചികൾ, എൻ്റെ ടേസ്റ്റ്, എൻ്റെ പ്രിഫറൻസസ്, അവിടെ എൻ്റെ ചില ടാലൻറ്റ്, എൻ്റെ പ്രത്യേകമായ ചില കഴിവുകൾ, മൈ എബിലിറ്റീസ്, മൈ ടാലൻസ്, പാടാനായിരിക്കാം, ഡാൻസ് ചെയ്യാനായിരിക്കാം, അഭിനയിക്കാനായിരിക്കാം, ക്രിയേറ്റിവിറ്റി ആയിരിക്കാം, ഓർഗനൈസ് ചെയ്യാനായിരിക്കാം, പല രീതിയിലുള്ള ചില പാഷൻ നമുക്കുണ്ട്. ഈ പാഷൻ ചില വീട്ടമ്മമാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർക്കൊരു തൊഴിലുണ്ടാകും, ഒരു ജോലി ചെയ്യുന്നുണ്ടാകും, പ്ലസ് അവരുടെ എക്സ്ട്രാ സമയത്ത് അവരവരുടെ പാഷൻ്റെ പുറകെ പോകും. ചിലർക്ക് ഗാർഡനിങ് ആയിരിക്കാം, ഗാർഡൻ വഴി അവർ ഇൻകം ഉണ്ടാക്കുന്നു. ചിലർക്ക് സ്റ്റിച്ചിങ് ആയിരിക്കാം, ചിലർക്ക് പെയിൻറ്റിങ് ആയിരിക്കാം, ചിലർക്ക് ട്യൂഷൻസ് ആയിരിക്കാം, ചിലർക്ക് കുറച്ചുകൂടി പുതിയ മേഖലകളിലേക്ക് വരുവാണെങ്കിൽ ഒരു പക്ഷേ ട്രാവൽ ഗൈഡായിരിക്കാം, സോളോ ട്രിപ്പിനൊക്കെ ആരെങ്കിലും സഹായിക്കുക എന്നുള്ളതായിരിക്കാം, എന്തൊക്കെയാണല്ലോ. ചില പക്ഷേ ഒരു പുരുഷന്മാർക്കാണെങ്കിൽ കുറച്ചുകൂടി ഓർഗനൈസ്. എല്ലാവർക്കും ഇതിനകത്തൊക്കെ വ്യത്യാസമുണ്ട്. ഇതിനകത്ത് ഒരു ഇന്നത് പുരുഷന് പറ്റുന്നത് ഇന്നത് സ്ത്രീക്ക് പറ്റുന്നതെന്നൊന്നും ഇല്ല. എന്നാലും മോർ പാഷൻ ഏത് മേഖലയിലാണ് അതിനോട് പോകാൻ പറ്റും. പക്ഷെ അടിസ്ഥാന വെളിയിൽ നിന്ന് മാറിപ്പോകാതെ, അടിസ്ഥാന ദൗത്യത്തിൽ നിന്ന് മാറിപ്പോകാതെ, അടിസ്ഥാന തൊഴിൽ മേഖലയിൽ നിന്ന് മാറിപ്പോകാതെ, സൈഡിൽ കൂടി നമ്മുടെ പാഷനും കൂടി കൊണ്ടുപോകുന്ന ഒരു തൊഴിൽ ശാസ്ത്ര മേഖല അല്ലെങ്കിൽ ഒരു വർക്ക് കൾച്ചർ, തൊഴിൽ സംസ്കാരമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ തൊഴിൽ സംസ്കാരം ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഭാവിയിൽ ഒരു പക്ഷേ രണ്ടാമത്തത് പ്രൈമറി ആയിട്ട് വന്നേക്കാം, ആദ്യത്തേനെ ഉപേക്ഷിച്ചേക്കാം. പലപ്പോഴും IT മേഖലയിലൊക്കെ ജോലി എടുക്കുന്നവർ പറയാറുണ്ട്, ചിലർക്ക് നല്ല ശമ്പളമൊക്കെ ഉള്ളവർ പറയാറുണ്ട്, നല്ല ഹെക്റ്റിക് വർക്കാണ്, 12 മണിക്കൂറൊന്നും പണിയെടുത്താൽ പോരാ, ഒരു 35 വയസ്സ് അല്ലെങ്കിൽ 40 വയസ്സ് വരെ ഞാൻ ഈ പണിയെടുക്കുള്ളൂ. അപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ഇൻകം, എൻ്റെ എക്കോണമി ഇച്ചിരി ബേസ് ആകുന്നു, എക്കോണമി ബേസ്. പിന്നെ എൻ്റെ സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം എൻ്റെ പാഷനിലേക്ക്, എൻ്റെ അഭിരുചിയിലേക്ക് ഞാൻ മാറും. നല്ല ചിന്തയായി. അല്ലാണ്ട് പണ്ട് കാലത്തെ പോലെ കഴിഞ്ഞ 33 വർഷമായിട്ട് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് ചില വിരമിക്കൽ യോഗങ്ങളിൽ നടക്കുന്ന പ്രസംഗം പോലത്തെ പ്രസംഗങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് അരോചകമാണ്. അവർ ചടിപ്പിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു 35 വയസ്സ് വരെ 40 വയസ്സ് വരെ അപ്പോഴത്തേക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ബേസിക് എക്കണോമിക്സ് ഞാൻ ഇട്ട് കഴിഞ്ഞു. പിന്നെ എൻ്റെ പാഷനിലേക്ക് പോകും. മാത്രവുമല്ല പലപ്പോഴും രണ്ടാമത് തിരഞ്ഞെടുക്കുന്ന മേഖലയാണ് കൂടുതൽ ഹൃദ്യവും അനുഭവവേദ്യമായിട്ടും വരുന്നത്. നമ്മൾ ക്രിയേറ്റീവായിട്ടുള്ള പല മനുഷ്യരെ എടുത്തു നോക്കിയാൽ അവർ ജീവിതം സ്റ്റാർട്ട് ചെയ്ത് വേറെ തൊഴിലായിരിക്കും. പക്ഷെ അവരുടെ 40കളിൽ അവരുടെ തൊഴിൽ മേഖല അവർ മാറി, അവർ മറ്റൊരു താല്പര്യമുള്ള മേഖലയിലേക്ക് അവർ മാറി. ഈ രീതിയിൽ ഒരു രണ്ടാമത്തെ മേഖലയെ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ് ഈ എപ്പിസോഡിൻ്റെ ലക്ഷ്യം. ഒരു രണ്ടാമത്തെ മേഖലയും കൂടി കണ്ടെത്തി കഴിഞ്ഞാൽ
ഈ പറഞ്ഞ പോലെ നമ്മുടെ സാമ്പത്തികം നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കുന്നില്ലല്ലോ. പിന്നെ അവിടെ ഒരു ബൗണ്ടറി ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ്. സാമ്പത്തികത്തിനൊരു ബൗണ്ടറി ലൈൻ വയ്ക്കുക എന്നുള്ളതാണ്. ഇത്രയും മതി എനിക്ക് ഇത്രയും മതി. ഇറ്റ്സ് എനഫ് ആൻഡ് മോർ. ഈ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പാഷന് വേണ്ടി പോകാൻ നമുക്ക് സമയമുണ്ട്, സാധ്യതകളുമുണ്ട്.